നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫോർ ലൂപ്പാണ്. പൈത്തോണിൽ ഫോർ ലൂപ്പ് മെയിൻലി യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു സ്ട്രിങ്ങിനുള്ളിലെ ക്യാരക്ടർ പ്രിൻറ്റ് ചെയ്യുന്നതിനും അതുപോലെ നമ്മുടെ പൈത്തോൺ കളക്ഷൻ ഡാറ്റ ടൈപ്സിൽ, അതായത് ലിസ്റ്റ്, ടപ്പിൾ, സെറ്റ്സ്, ഡിക്ഷണറി തുടങ്ങിയവയിലെ ഓരോ വാല്യൂസും ആക്സസ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിക്കാം. സോ ഉദാഹരണമായി ഞാനിവിടെ ഒരു എ എന്ന് പറയുന്നൊരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഹലോ എന്ന് പറയുന്നൊരു ടെക്സ്റ്റ് സേവ് ചെയ്യുന്നു. സോ എനിക്കിതിലെ ഹലോയിലെ ഓരോ ക്യാരക്ടറും എനിക്ക് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഫോർ ഐ ഇൻ എ എന്നുപയോഗിച്ച് നമുക്ക് പ്രിൻറ്റ് ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോർ ലൂപ്പിൽ കൊടുത്ത ഐ എന്ന് പറയുന്ന വേരിയബിൾ ഇതിലെ ഓരോ ക്യാരക്ടറിനെയും ആക്സസ് ചെയ്യുന്നു. അതിനുശേഷം അത് പ്രിൻറ്റ് ചെയ്യുന്നു. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ HELLO എന്ന് ലഭിക്കുന്നു. ഇനി എനിക്ക് എക്സാക്റ്റ് ഒരു ക്യാരക്ടർ മാത്രമാണ് പ്രിൻറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെ നമുക്ക് ഇൻഡെക്സ് നമ്പർ കൊടുത്താൽ മതി. സോ എനിക്ക് ഈ L ആണ് ഈ പ്രിൻറ്റ് ചെയ്യേണ്ടതെങ്കിൽ HEL 012 അതിൻ്റെ ഇൻഡെക്സ് നമ്പർ 2 ആണ്. സോ നമ്മളിവിടെ 2 കൊടുക്കുന്നു. 2 കൊടുത്ത ശേഷം റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ L എന്ന് പറയുന്ന ലെറ്റർ മാത്രം പ്രിൻ്റ് ആവുന്നു. സോ അതുപോലെ നമുക്ക് ലിസ്റ്റിനുള്ളിലെയോ ടപ്പിളിനുള്ളിലെയോ സെറ്റിനുള്ളിലെയോ അതുപോലെ ഡിക്ഷണറിക്കുള്ളിലെയോ വാല്യൂസ് പ്രിൻറ്റ് ചെയ്യുന്നതിനും നമുക്കിത് ഉപയോഗിക്കാം. സോ നമ്മളിവിടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ടൊമാറ്റോ, ഓറഞ്ച്, ഒനിയൻ എന്നീ 3 വാല്യൂസ് ഉള്ള ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് നമ്മൾ നേരത്തെ ലിസ്റ്റിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെ പ്രിൻറ്റ് ചെയ്യണമെന്ന്. സോ നമ്മളിവിടെ ഫോർ ലൂപ്പ് പഠിക്കുന്നത് കൊണ്ട് നമ്മളിവിടെയും പഠിക്കുന്നു. സോ നമുക്ക് ഇത് സെയിം സിൻറ്റെക്സ് ആണ്. ഫോർ ഐ ഇൻ എ എന്ന് ഉദ്ദേശിച്ചത് ഈ ലിസ്റ്റിൻ്റെ നെയിമാണ്. ശേഷം അതിൽ പ്രിൻറ്റ് ഐ, ഈ ഐ ഇതിലെ ഓരോ വാല്യൂനെയും ആക്സസ് ചെയ്യുന്നു. അതിനുശേഷം അത് പ്രിൻ്റ് ആവുന്നു. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം ടൊമാറ്റോ, ഓറഞ്ച്, ഒണിയൻ. നമുക്ക് ലിസ്റ്റിനുള്ളിലെ എല്ലാ വാല്യൂസും പ്രിൻ്റ് ആവുന്നു. ഇത്തരത്തിൽ നമുക്ക് മറ്റു ഡാറ്റ ടൈപ്സിലെ കളക്ഷൻ ഡാറ്റ ടൈപ്സായ സെറ്റ്, ഡിക്ഷണറി, ടപ്പിൾസ് തുടങ്ങിയവയിലെ വാല്യൂസും ഇതുപോലെ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വൈൽ ലൂപ്പിൽ ചെയ്ത പോലെ 1 മുതൽ 5 വരെ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിൽ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഇതിൽ ഒരു റേഞ്ച് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടതുണ്ട്. സോ ഞാനിവിടെ ഫോർ ഐ ഇൻ റേഞ്ച് 5 എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മൾ പ്രിൻറ്റ് ഐ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ശേഷം നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0, 1, 2, 3, 4 ലഭിക്കും. സോ നമ്മൾ റേഞ്ച് ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ കൊടുത്ത 5 എലമെൻറ്റ്സ്, അതായത് 0-ൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 6 ആണ് കൊടുക്കുന്നതെങ്കിൽ 0 മുതൽ 5 വരെ നമുക്ക് പ്രിൻ്റ് ലഭിക്കും. ഇത്തരത്തിൽ നമുക്ക് റേഞ്ച് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ കൊടുക്കുന്ന നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് 1 മുതലാണ് വേണ്ടതെങ്കിൽ നമ്മളിവിടെ 1,6 എന്ന് കൊടുക്കുക. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1-ൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഈ 1 കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ 0-ൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. സോ ഇവിടെ 6 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 വരെ പ്രിൻ്റ് ആവുന്നതാണ്. ഇനി ഉദാഹരണമായി എനിക്ക് 1 മുതൽ 10 വരെയാണ് വേണ്ടതെങ്കിൽ ഞാനിവിടെ 1,11 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 1 മുതൽ 10 വരെയുള്ള വാല്യൂസ് പ്രിൻ്റ് ആകും. അതുപോലെ എനിക്ക് 10 മുതൽ 15 വരെയാണ് വേണ്ടതെങ്കിൽ ഞാനിവിടെ 10 എന്ന് കൊടുക്കുന്നു. ഇവിടെ എനിക്ക് കൊടുക്കേണ്ടത് 16 എന്നാണ്. ശേഷം നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 10, 11, 12, 13, 14, 15 10 മുതൽ 15 വരെ നമുക്കിവിടെ പ്രിൻ്റ് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് റേഞ്ച് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഫോർ ലൂപ്പിൽ നമുക്ക് ഇതുപോലെ സംഖ്യകൾ പ്രിൻറ്റ് ചെയ്യാനും സംഖ്യകൾ ആക്സസ് ചെയ്യാനും സാധിക്കുന്നതാണ്.